നമ്മുടെ സ്വിഫ്റ്റ് കുറച്ച് പ്രത്യേകം ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽസ് 2015 മോഡൽ LXi ഓപ്ഷൻ ആണ്. നെക്സോണിന്റെ അന്നത്തെ ടോപ്പ് എൻഡ് ആണ് കേട്ടോ. XZ പ്ലസ് എ ഓട്ടോമാറ്റിക് ആണ്. 2019 XUV 500 W8 2013 W8 ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ 2017 ഡീസൽ എക്കോസ്പോർട്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ 65,000 കിലോമീറ്റർ. i20 കേട്ടോ. L8 i20 2016 മോഡൽ മാഗ്ന. 2016 മാഗ്ന. അതെ 155. ഓക്കെ ലോൺ ഫിനാൻസ് എങ്ങനെ? ഫുൾ ലോൺ എത്ര കിട്ടും? ഫുൾ ലോൺ 155 രൂപ. 12 മോഡൽ എലാൻഡ്ര. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഡീസൽ. ഓക്കെ SX ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ടോപ്പിന് വേണ്ടി. അതെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ചോയ്സിലാണ്. തിരുവനന്തപുരം എടപ്പഴിഞ്ഞിയിലാണ് ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വണ്ടികളുടെ നല്ല കളക്ഷൻ, ഹൈ ക്വാളിറ്റി കാറുകൾ നല്ല കളക്ഷൻ, അത്യാവശ്യം വിലക്കുറവ് കിട്ടുന്ന സ്ഥാപനമാണ്. നമുക്ക് SUVs ടൈപ്പ് ഉണ്ട്, അതേപോലെ ബഡ്ജറ്റ് കാറുകളുണ്ട്, എല്ലാ ടൈപ്പ് വണ്ടികളുടെയും കളക്ഷൻ വരുന്നുണ്ട്. ലൊക്കേഷൻ തിരുവനന്തപുരം എടപ്പഴിഞ്ഞിയിലാണ്, ജഗതിയുടെ അടുത്ത് എടപ്പഴിഞ്ഞി. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാൻ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചിന്തു ഉണ്ട്. ചിന്തു നമ്മുടെ സ്റ്റോക്കൊക്കെ മാറിയെല്ലാം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വണ്ടി വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കാറുകളുണ്ട്, അതേമാതിരി കാറുകളുണ്ട്, XUV ഉണ്ട്, ഒരുപാട് വണ്ടി, എല്ലാ വണ്ടികളും. Kia Seltos ഉണ്ട്, ചെറിയ വണ്ടികളുണ്ട്, അതേപോലെ Seltos, EcoSport, XUV 500, നെക്സോൺ ഉണ്ട്. നെക്സോൺ അങ്ങനെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തുടങ്ങുന്ന എസ്റ്റിൽ തുടങ്ങാം. ചേട്ടാ ഒരു നല്ലൊരു വണ്ടി 2010 മോഡൽസ് NS VXi ആണ്. ഓക്കെ, K സീരീസ് എഞ്ചിൻ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. 60 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അതെങ്കിലും ഒന്നുമില്ല. വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നീറ്റ് പക്ക കണ്ടീഷനാണ്. ക്ലീൻ ആയിരിപ്പുണ്ട്. അതിന് അത്യാവശ്യം ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. സീരിയോ, റിവേഴ്സ് ക്യാം, അങ്ങനെ കാര്യങ്ങളെല്ലാം. ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ആണല്ലോ, K സീരീസ് എഞ്ചിനാണ്. ടയർ 4 പുത്തൻ ടയറും ഉണ്ട് അല്ലേ? അതെ, 4 പുത്തൻ ടയർ. അത് പോയിട്ട് റീടെസ്റ്റ് കഴിഞ്ഞതാണ്. 2030 വരെ ടാക്സ് റീടെസ്റ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഹൈ ക്വാളിറ്റി കാർ എന്ന് പറയാല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. കാരണം സെന്നസ്റ്റിലോ സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിക്കുന്നത് VXi വേരിയന്റ്. അതെ. ഓക്കെ, നമ്മുടെ പ്രൈസ് എങ്ങനെയായിരുന്നു? 150 ചോദിക്കുന്നത്. 150 ചോദ്യം. നെഗോഷ്യബിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ ചിന്തു അടുത്ത വണ്ടി ഡാറ്റ്സൺ റെഡിഗോ. 2018 മോഡൽ റെഡിഗോ. അതിന് 2 മോഡലുണ്ട്. 800 1 ലിറ്റർ ഉണ്ട്. ഇത് 1 ലിറ്റർ ആണ്. 1000 cc ആണ്. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് എങ്ങനെയാണ്? കമ്പനി സർവീസ്. നിസാനിൽ തന്നെയാണ് ഇതുവരെ സർവീസ് തന്നെയല്ലേ? ഓക്കെ, ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലോ? 4 പുത്തൻ ടയറാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് ഉണ്ട്, അത് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, റീപ്ലേസ്മെന്റ് ആയില്ല, കാണിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ചെറിയൊരു ഹോട്ടൽ വന്നതാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പവർ. ഓക്കെ, കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഡാറ്റ്സൺ റെഡിഗോ അതാണ് ഈ കാണുന്ന ഇത്തിരി ക്രാക്ക്. ആവശ്യമുണ്ടെങ്കിൽ മാറ്റാം അല്ലേ? മാറ്റി തന്നെ കൊടുക്കാം. കസ്റ്റമറെ കാണിച്ചിട്ട് മാറ്റാം. അതെ. ഓക്കെ, ഇപ്പോൾ ഡാറ്റ്സൺ റെഡിഗോ എങ്ങനെയാണ് അപ്പോൾ പ്രൈസ്? ഇത് ചോദിക്കുന്നത് 155. ഓക്കെ, ലോൺ ഫിനാൻസ് എങ്ങനെ? ഫുൾ ലോൺ എത്ര കിട്ടും? ഫുൾ ലോൺ 155 ലോൺ. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. അതെ. ഇതിൻ്റെ അടുത്ത വേണ്ട ഇയോൺ. 2016 ഇയോൺ ആണ്. ഓക്കെ, ഇയോൺ ഡിലൈറ്റ് പ്ലസ്. സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഏതാ ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്ററോ? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡിലൈറ്റ് പ്ലസ് ആണല്ലേ? ഡിലൈറ്റ് പ്ലസ്. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, പക്ഷേ ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. സീറ്റ് കവർ ഉണ്ട്, ഒരെണ്ണം ചെറിയൊരു ഡാമേജ്, പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? ഡിലൈറ്റ് പ്ലസ് അല്ലേ? ഡിലൈറ്റ് പ്ലസ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? വർക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എങ്ങനെയാണ് ഇയോന്റെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 210. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് കയറുമോ? ഫിനാൻസ് കിട്ടും. 2 ലക്ഷം രൂപ ലോൺ തന്നെ കിട്ടും. ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും. അപ്പോൾ ചിന്തു അടുത്ത വണ്ടി നമ്മുടെ സ്വിഫ്റ്റ് കുറച്ച് പ്രത്യേകം ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ? ആലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡീറ്റെയിൽസ്? 2015 മോഡൽ LXi ഓപ്ഷൻ ആണ്. LXi ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. ഓക്കെ, അലോയ്സ് ഒക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ 4 പുതിയതുണ്ട്. നല്ല ടയർസ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആൻഡ്രോയിഡ് സീരിയൊക്കെ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. LXi ആണ്, പക്ഷേ LXi ആണ് അലോയ്സ് ചെയ്തിട്ടുണ്ട്. വേറെ LXi ഓപ്ഷനാണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് തന്നെയാണ്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? ഇത് ചോദിക്കുന്നത് 385. ചോദ്യം നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ കയറും? ഫിനാൻസ് കിട്ടും. 3 ലക്ഷം രൂപ ലോൺ തന്നെ കിട്ടും. ഇത് അടുത്ത വണ്ടി ഇയോൺ. അടുത്ത ഇയോൺ ആണ്. 2012 ഇയോൺ. ഓക്കെ, ഡിലൈറ്റ് പ്ലസ് ആണ്. പവർ വിൻഡോ അഡീഷണൽ ആയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിമോട്ട് സെൻട്രൽ ലോക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ഓർഡർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ടയർ കണ്ടീഷൻ
ടയർ കണ്ടീഷൻ ഫ്രണ്ട് രണ്ടും പുതിയതാണ്, ബാക്ക് രണ്ടും നല്ല ടയർ, 70% ഉള്ള ടയർ മുകളിലുണ്ടല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ സൈറ്റിൽ അഴുക്കായിട്ടുണ്ട്. 2 ഡോർ പവർ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. സർവീസ് എങ്ങനെയാണ്, പുറത്താണോ? ഇല്ല, കമ്പനി സർവീസ് തന്നെയാണ് ഇത്. ആണല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ്? ഇത് 1.55 ചോദിക്കും. 1.55. നെഗോഷ്യബിൾ ആണ്. ചോദ്യമല്ലേ? നെഗോഷ്യബിൾ ആണ്. അതെ അതെ. അപ്പോൾ അടുത്ത വണ്ടി നിസാൻ സണ്ണി. നിസാൻ സണ്ണി അത്യാവശ്യം വലിയൊരു സെഡാനാണ്. ഓക്കെ. 2012 മോഡൽ, സിംഗിൾ ഓണർ തന്നെയാണ്. ഓക്കെ. ഇതുവരെയും കമ്പനി സർവീസ്. സിംഗിൾ ഓണർഷിപ്പ് ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഡീസലാണ്. അതെ അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സർവീസ് കമ്പനി തന്നെയാണ്? ഇതുവരെ നിസാനിൽ തന്നെയാണ് സർവീസ്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. അതെ അതെ. ഓക്കെ. അത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിപ്പുണ്ടല്ലേ? അതെ അതെ, നല്ല വണ്ടി. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ഒരു സെഡാൻ നോക്കുന്നവർക്ക് നല്ല വണ്ടി. സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് പ്രൈസ് വരുന്നത് 2.55. 2.55. ഓക്കെ. ഫിനാൻസ് കയറുമോ? ഇല്ല, 2012 അല്ലേ, ഫിനാൻസ്. ഓക്കെ ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. അപ്പോൾ അടുത്ത വണ്ടി പോളോ. ചേട്ടാ പോളോ 2010 മോഡൽ പോളോ ഡീസൽ ഹൈലൈൻ. ഓക്കെ. ഡീസലാണല്ലേ? അതെ. ഹൈലൈൻ അന്നത്തെ ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 95,000 കിലോമീറ്റർ. ഓക്കെ. സർവീസ് കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വേറെ വണ്ടി ചെറിയ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ടെസ്റ്റ് ഉണ്ട്, 2030 വരെ ടാക്സ് ഫ്രീ ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, എയർ ബാഗ് ABS എല്ലാം വരുന്നത്. AC മാനുവലാണ് കേട്ടോ. പിന്നെ ഇൻബിൽറ്റ് സീറ്റ്, ഫോർഡർ പോറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? അന്നത്തെ ടോപ്പ് എൻ്റെ വെഹിക്കിൾ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2.45. 2.45. പിന്നെ സിന്ധു അടുത്ത വണ്ടി i20. ചേട്ടാ Elite i20 2016 മോഡൽ മാഗ്ന. 2016 മാഗ്ന. അതെ. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഓക്കെ. പക്ഷേ നല്ല കളർ അല്ലേ? നല്ല കളറാണ്. സ്ക്രാച്ച് ഔട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. മാഗ്നയാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സീറ്റ് കവർ കണ്ടീഷൻ ഉണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസും വരുന്നുണ്ട്, ഫോർഡർ പോറിൻ്റെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? അല്ലേ? അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 70-80% ടയറും ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എന്നാ പ്രൈസ്? ഇത് വരുമ്പോഴത്തേക്ക് 4.55. 4.55. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 3,000 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. സിന്ധു അടുത്ത വേണ്ടി നെക്സോണിന്റെ അന്നത്തെ ടോപ്പ് എൻഡ് ആണ് കേട്ടോ. XZ+A ഓട്ടോമാറ്റിക് ആണ്. 2019. അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഫസ്റ്റ് ഓണർ തന്നെയാണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഇതുവരെ കമ്പനി തന്നെയാണ് സർവീസ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്യുവൽട്ടാണ് വരുന്നത് അല്ലേ? ടോപ്പ് വെഹിക്കിളല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ ടോപ്പ് എൻ്റെ വെഹിക്കിളാണ് കേട്ടോ. അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ആണ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ടാറ്റ നെക്സോൺ മൈലേജ് എങ്ങനെ വരും ഓട്ടോമാറ്റിക് ആകുമ്പോൾ? നമുക്കൊരു 12-14 കിലോമീറ്റർ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോൾ 5.90. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. സിന്ധു അടുത്ത വണ്ടി ഹ്യുണ്ടായി എലാൻഡ്ര അല്ലേ? എലാൻഡ്ര നമ്മുടെ 2012 മോഡൽ എലാൻഡ്ര. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ. ഓക്കെ. SX ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ടോപ്പിന് വേണ്ടി? അതെ. ഓക്കെ. വണ്ടി പക്ഷേ ഫ്രണ്ടിൽ ബമ്പർ അഡീഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫ്രണ്ട് ബമ്പർ രണ്ടാമത് ചെയ്തതാണ്. ഓക്കെ. അലാൻഡ്ര ഡീസൽ. ബാക്കി ഓണർഷിപ്പ് കിലോമീറ്റർ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സും ഇലക്ട്രിക്കൽ സീറ്റ്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ പാർട്ടും വർക്കിംഗ് ആണ്. ക്രൂയിസ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അത് ഹ്യുണ്ടായുടെ ടോപ്പിന് വണ്ടികളൊന്നായിരുന്നില്ലേ എലാൻഡ്ര ആ സമയത്ത്? ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം അല്ലേ? അതെ. എങ്ങനെയാണ് പ്രൈസ്? ചോദിക്കുന്നത് 350. ഓക്കെ. ഫിനാൻസ് കയറില്ലല്ലോ? 2012. ഓക്കെ. അപ്പോൾ ചിന്തു അടുത്ത വേണ്ടി ഫോർഡ് എക്കോസ്പോർട്ട് 2017 ഡീസൽ എക്കോസ്പോർട്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 65,000 കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ്. കയ്യിൽ ഫുൾ സർവീസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഡീസലല്ലേ? ഡീസൽ. ഓക്കെ. വേരിയന്റ് ഏതാ? ആംബിയന്റ്. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ബിൽഡ് സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 2 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 80% ടയറും ഉണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ചിന്തുവിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 5.75. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിന്റെ മൈലേജ് എന്തായാലും ഒരു 20 മേലെ വരത്തില്ലേ? സിറ്റി ഡ്രൈവിൽ 16-17 കിട്ടി. ലോങ് ഡ്രൈവിൽ 20 ഡീസൽ മൈലേജ് ഉള്ളതാണ്. ശരി.
അപ്പോൾ അടുത്ത വണ്ടി കിയ സെൽറ്റോസ്. കിയ സെൽറ്റോസിന്റെ GTX പ്ലസ്. മറ്റേ 7DC ഗിയർ ബോക്സ് അല്ലേ? 7DC ഗിയർ ബോക്സ്, GT ലൈൻ മോഡൽ. പെട്രോളോ ഡീസലാണോ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. 1.4 ടർബോ പെട്രോൾ. 1.4 ആണ് അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. ഓക്കെ. ഫുള്ള് ഗിയർ തന്നെയാണ് സർവീസ്. നമ്മൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2020. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഇതിൽ കണ്ടീഷൻ സീറ്റ് കവറുണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. GT ലൈൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇതിനകത്ത് ഇൻപുട്ട് സ്റ്റീരിയോ, ബോസിൻ്റെ സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയർ മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നത്. ഫ്യൂച്ചർ റിച്ച് ആണ്. സീറ്റ്സ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്. അപ്പോൾ ടോപ്പിൻ്റെ വണ്ടി. ഓക്കെ. അപ്പോൾ കാരണം പ്രത്യേകിച്ച് കിയ ഹ്യുണ്ടായൊക്കെ ഫ്യൂച്ചർ റിച്ച് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് 12.50 ചോദിക്കും. 12.50 ചോദ്യം. നെഗോഷ്യബിൾ അല്ലേ? ഇതിന് പുതിയ വെഹിക്കിൾ എത്ര വരും? 23 സംതിങ് എത്ര ഉണ്ടല്ലേ? ഓക്കെ. അപ്പം പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസോ? ഫിനാൻസ് കിട്ടും. അത്യാവശ്യം സിവിലും പ്രീപേയ്മെന്റ് ഒക്കെ പക്കായിട്ടുള്ളതാണെങ്കിൽ ഒരു 10 ലക്ഷം 11 ലക്ഷം രൂപ വരെ ലോൺ. അപ്പം ചിന്തു അടുത്ത വേണ്ടി മഹേന്ദ്ര XUV 500 W8 2013. W8 ടോപ്പിൻ്റെ വണ്ടി. ഓക്കെ. 2013. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 1,10,000 കിലോമീറ്റർ. 1.10 ഓടി അല്ലേ? 10 ഓടി. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. മഹേന്ദ്ര XUV 500 W8 ആണ് കേട്ടോ. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ടിൽ ടയർസാണ്. 50% മുകളിലുണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയറും ഉണ്ട് അല്ലേ? ഫ്രണ്ടിൽ പുത്തൻ ടയറുണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അത് ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഓർ കമ്പനി സീറ്റ് ഓറാണ് വരുന്നത്. നീറ്റ് ആയിരിക്കുന്നുണ്ട്. അതിനകത്ത് ഫീച്ചർ റിച്ച് ആണ്, എല്ലാം വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കീബോർഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. കീല സെൻറ്റർ ഒന്നും ഇല്ലാന്നേ ഉള്ളൂ അല്ലേ? പുഷ്കാർട്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ആ സമയത്തൊന്നും ഇല്ല. ഓപ്ഷനിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അന്നത്തെ ആ സമയത്ത് ഫുൾ ഓപ്ഷൻ W8. 2013 ഫുൾ ഓപ്ഷൻ W8. പിന്നെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട് കേട്ടോ. അന്നും പ്രൊജക്ട് ഹെഡ്ലാമ്പ് ഹെഡ്ലാമ്പ് W8 വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് പ്രൈസ്? ഇത് വരുമ്പോഴത്തേക്ക് 4.55 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് കയറില്ലല്ലോ? 2013 ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. എത്ര വരെ കയറും? വലിയ എമൗണ്ട് അല്ല, നമുക്കൊരു 3 ലക്ഷം രൂപ വരെയൊക്കെ ചെയ്ത് കൊടുക്കാം.